ഓബ ഫെമിയുടെയും ഡൊമിനിക് മിസ്റ്റീരിയോയുടെയും ഒരു കിഡിലൻ ഫേസ് ഓഫ്. ഡൊമിനിക് എത്ര കഷ്ടപ്പെട്ട് അടിച്ചിട്ടും ഓബ ഫെമിയുടെ രോമത്തിൽ തൊടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. റൈ മിസ്റ്റീരിയോയുടെ മാസ്ക് റൂസേവ് അഴിച്ചു. സെത്ത് റോളിങ്സിനെ ഒരു വ്യക്തി വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്ത് റോളിങ്സ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇങ്ങനെയുള്ള കിഡിലൻ കാര്യങ്ങളായിരുന്നു ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി വെൽക്കം ടു വീക്ക്ലി റിവ്യൂസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. Welcome to Weekly Reviews. പാരീസിൽ വെച്ചിട്ടായിരുന്നു റോ നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും നല്ല കിഡിലൻ ഫാൻസ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് ഓബ ഫെമി ആയിരുന്നു. ഓബ ഫെമി വന്നുകൊണ്ട് പോൾ ഹേമൻ സാധാരണയായിട്ട് പറയാറുണ്ടല്ലോ, പ്രഡിക്ഷൻസ് എല്ലാം ഉണ്ടാവുക സ്പോയിലേഴ്സ് ആണെന്നുള്ളത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്പോയിലർ പറഞ്ഞു തരട്ടെ. എന്റെ ഇനി അടുത്തതായിട്ട് വരാൻ വേണ്ടി പോകുന്ന എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും ഞാൻ തോൽപ്പിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിൽ വിജയിച്ചുകൊണ്ട് റിയൽ കിങ് ഓഫ് ദ റിംഗ് ആയിട്ട് ഞാൻ മാറിയിരിക്കും. ഇതിനേക്കാൾ വലിയൊരു ട്രോഫി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അത് ബ്രോക്ക് ലെസ്നറിന്റെ തലയാണ്. ബ്രോക്ക് വന്നു, എന്നെ അറ്റാക്ക് ചെയ്തു, ഒരു മാച്ചിൽ വിജയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ബ്രോക്കിനെ എവിടെയും കാണാനില്ല. എന്നിട്ട് ബ്രോക്കിനെ ഒരു തെറി വിളിക്കുകയുണ്ടായി. ഞങ്ങൾ ഇപ്പോഴും 1-1 നിൽക്കുന്നത്. അടുത്ത മാച്ചിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഡൊമിനിക് മിസ്റ്റീരിയോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ ഡൊമിനിക് വിജയിച്ചുകൊണ്ട് ഓബ ഫെമിക്കെതിരെ കിങ് ഓഫ് ദ റിംഗിന്റെ അടുത്ത റൗണ്ടിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിലായിരിക്കും ആ ഒരു മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. ഡൊമിനിക് വന്നുകൊണ്ട് ഓബ ഫെമിയെ ഒരു റൂക്കി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും പുതിയ റെസ്ലർ എന്നുള്ള രീതിയിൽ വിളിക്കുകയുണ്ടായി. ഞാനാണ് കിങ് ഓഫ് ലുച്ചഡോർ, ഞാനാണ് ഫ്യൂച്ചർ കിങ് ഓഫ് ദ റിംഗ് എന്നെല്ലാം തന്നെ ഡൊമിനിക് അവിടെ നിന്നും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ടീമിലുണ്ടായിരുന്ന JD മക്ഡോണ പുറകിൽ നിന്നും വന്നുകൊണ്ട് ഓബ ഫെമിയുടെ പുറത്ത് ഒരു ചെയർ ഷോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു ചെയർ ഷോട്ട് കൊണ്ട് ഓബ ഫെമിയുടെ രോമത്തിൽ തൊടാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അടിക്കാൻ വേണ്ടി ചെയർ കൊണ്ടുപോയപ്പോൾ ഒരൊറ്റ ഇടിക്ക് ചെയറും JD മക്ഡോണയും കൂടി ആ ഒരു റിംഗ് സൈഡിലേക്ക് വീഴുകയുണ്ടായി. JDയെ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന ഓബയ്ക്കിട്ട് ഒരു 619 കൊടുത്ത് സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടി ഡൊമിനിക് മിസ്റ്റീരിയോ വരികയുണ്ടായി. എന്നാൽ ആ ഒരൊറ്റ സ്പ്ലാഷിലൂടെ ഓബ അദ്ദേഹത്തിന്റെ ഫിനിഷർ ആയിരുന്നു ഡൊമിനിക്കിനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. തന്റെ പവർ ബോംബ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിന് മുൻപേ തന്നെ JD മക്ഡോണ ഡൊമിനിക്കിനെയും കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയുണ്ടായി. എന്തായാലും അടുത്ത ആഴ്ച ഡൊമിനിക്കിന്റെ കഥ തീരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പോകുന്നതിന് മുമ്പേ ഓബ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റൈ മിസ്റ്റീരിയോ ആണ് നിന്റെ ഫാദർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അടുത്ത ആഴ്ച നീ ശരിക്കും നിന്റെ ഡാഡിയെ കാണാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ സെത്ത് റോളിങ്സിനെ കാണിച്ചു. റോളിങ്സിന്റെ അടുത്തേക്ക് മോണ്ടസ്ഫോർഡ് വന്നു. കൂടെ ജേ ഉസോ, ജിമ്മി ഉസോ ആൻഡ് ജേക്കബ് ഫാറ്റു, ഇവർ 3 പേരും കൂടി റോളിങ്സിന്റെ ലോക്കർ റൂമിലേക്ക് എത്തുകയുണ്ടായി. തൊട്ടു മുൻപേ റോമൻ റെയിൻസിനെ കുറിച്ച് സെത്ത് റോളിങ്സ് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ജേ ഉസോ, ജിമ്മി ഉസോ ആൻഡ് ജേക്കബ് ഫാറ്റു 3 പേരും കൂടി എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. റോളിങ്സ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ റോമൻ റെയിൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. റോമൻ ഒരിക്കലും ഒറ്റയ്ക്ക് വിജയിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യക്തിയല്ല. അതുപോലെ സെത്ത് റോളിങ്സിനെ ഒരിക്കലും 1-on-1 മാച്ചിൽ റോമൻ റെയിൻസ് തോൽപ്പിച്ചിട്ടില്ല. ഞാൻ എന്റെ ഉന്നം വെക്കുന്നത് എന്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പാണ്. എന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാതെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചുകൊണ്ട് റോമൻ റെയിൻസിനെതിരെയായിരിക്കും ഞാൻ വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ജിമ്മി ഉസോയോടും റോളിങ്സ് സംസാരിച്ചിരുന്നു. ജിമ്മി ഉസോയെ എപ്പോഴും സൈഡ് ലൈനായിട്ട് റോമൻ റെയിൻസ് നിർത്തുന്നതിനെ കുറിച്ചെല്ലാം തന്നെ റോളിങ്സ് പറയുകയുണ്ടായി. ഏറ്റവും അവസാനം ജേ ഉസോ ജേക്കബ് ഫാറ്റുവിനോട് ജേക്കബ് സെത്ത് റോളിങ്സിനെ ഒന്ന് ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ജേക്കബ് ഫാറ്റു സെത്ത് റോളിങ്സിന് മുൻപിൽ വന്ന് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നല്ലാതെ ഒന്നും തന്നെ ചെയ്യാതെ ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയുണ്ടായി. പിന്നീട് LA നൈറ്റിന്റെ റിംഗിൽ വന്നിട്ടുള്ള ഒരു പ്രോമോ കണ്ടു. LA നൈറ്റ് വന്നുകൊണ്ട് കിങ് ഓഫ് ദ റിംഗ് ഞാൻ വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ആഴ്ച സ്മാക്ക് ഡൗണിൽ എന്റെ സെലക്ഷൻ മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൽ ഞാൻ എന്തായാലും വിജയിച്ചിരിക്കും. കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഞാൻ വരാൻ വേണ്ടി പോകുന്നത് ട്രൈബൽ ചീഫ് ആയിട്ടുള്ള റോമൻ റെയിൻസിനെതിരെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി തന്നെയായിരിക്കും. റോമൻ ചിലപ്പോൾ ഇവിടുത്തെ ട്രൈബൽ ചീഫ് ആയിരിക്കും, പക്ഷേ എന്റെ സ്ഥലത്തെ ട്രൈബൽ ചീഫ് അല്ലെങ്കിൽ ചീഫ് അത് ഞാൻ തന്നെയാണ്. റോമനെ ഞാൻ എന്തായാലും ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി തോൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇനി എനിക്ക് ആ മുഴുവൻ ബ്ലഡ് ലൈനിനെയും അടിച്ചൊതുക്കേണ്ടി വന്നാലും റോമനെ തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്റെ കയ്യിലേക്ക് ഞാൻ എത്തിച്ചിരിക്കും. റോമൻ റെയിൻസിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് റോ ജനറൽ മാനേജർ ആയിട്ടുള്ള ആദം പിയേഴ്സ് ആണ്. അങ്ങനെ വീണ്ടും റോമൻ റെയിൻസിനെ പറഞ്ഞതുകൊണ്ട് റോമന്റെ ടീമിലെ വ്യക്തി ജേ ഉസോ അവിടേക്ക് വരികയുണ്ടായി. ജേ ഉസോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നീ എപ്പോഴൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും എപ്പോഴൊക്കെ ബ്ലഡ് ലൈൻ ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ടോ അപ്പോഴെല്ലാം തന്നെ ഞാൻ വന്നുകൊണ്ടേയിരിക്കും. സ്മാക്ക് ഡൗണിൽ വെച്ച് നടക്കുന്ന സെലക്ഷൻ മാച്ചിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത് നീ ആയിരിക്കില്ല, പകരം ഞാനായിരിക്കുമെന്ന് ജേ
ജെയ്സോ പറയുകയുണ്ടായി. അപ്പോൾ തന്നെ എൽ എ നൈറ്റ് ജെയ്സോയുടെ ഫാമിലിയെ കുറിച്ച് മോശമാക്കി സംസാരിച്ചു. അത് ജെയ്സോക്ക് തീരെ പറ്റില്ല. ജെയ്സോ അദ്ദേഹത്തിന്റെ ടീഷർട്ട് എല്ലാം തന്നെ വലിച്ചൂരി എൽ എ നൈറ്റിനെ തല്ലാൻ വേണ്ടി റിങ്ങിലേക്ക് നടന്നു വരികയുണ്ടായി. പക്ഷേ ജെയ്സോയെ തടഞ്ഞു നിർത്താൻ അവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ജിമ്മി ഉസോ. അതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാതെ അവർ രണ്ടുപേരും കൂടി ബാക്ക് സ്റ്റേജിലേക്ക് പോയി. പിന്നീട് നടന്നത് പെൻഡ വേഴ്സസ് റേ മിസ്റ്റീരിയോ തമ്മിലുള്ള ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരുന്നു. നല്ല അടിപൊളി മാച്ച് ആയിരുന്നു. റേ മിസ്റ്റീരിയോയുടെ പെർഫോമൻസ് ഈ ഒരു പ്രായമായിട്ടും ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ അവശനായിട്ടുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോൾ റേ മിസ്റ്റീരിയോ ഒരു 619 ചെയ്തു, രണ്ടാമതൊരു 619 ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടി ചാടുകയുണ്ടായി. എന്നാൽ പെൻഡ തന്റെ കാല് വെച്ച് റേ മിസ്റ്റീരിയോയെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പെൻഡ അദ്ദേഹത്തിന്റെ ഫിനിഷർ റേ മിസ്റ്റീരിയോയുടെ മേൽ ചെയ്യുകയുണ്ടായി. അതോടുകൂടി പെൻഡ ആ ഒരു മാച്ചിൽ വിജയിച്ചു. അതെ, സ്റ്റിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായിട്ട് പെൻഡ മാറുകയുണ്ടായി. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. മാച്ച് കഴിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്ന ഇവരുടെ രണ്ടുപേരുടെയും അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് മറ്റ് രണ്ടുപേരായിരുന്നു, ഇഥാൻ പേജും റൂസേവും. വന്നവർ രണ്ടുപേരും നിന്നവർ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യുകയുണ്ടായി. റൂസേവിന്റെ കയ്യിൽ നിന്നും പെൻഡയ്ക്കിട്ട് ഒരു സൂപ്പർ കിക്ക് കിട്ടി. റൂസേവ് അദ്ദേഹത്തിന്റെ സബ്മിഷൻ മൂവ് റേ മിസ്റ്റീരിയോയുടെ മേൽ ചെയ്യുകയുണ്ടായി. ഈ ഒരു അവസരത്തിൽ ഡ്രാഗൻ ലീ ഓടി വന്നുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടി നിന്നു. ഡ്രാഗൻ ലീ റൂസേവിനെയും ഈഥാൻ പേജിനെയും അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഈ രണ്ടുപേരെയും റിംഗ് സൈഡിലേക്കിട്ട് ഡ്രാഗൻ ലീ തന്റെ അറ്റാക്ക് തുടർന്നപ്പോൾ ഈഥാൻ പേജ് ഡ്രാഗൻ ലീയെ അടിച്ചുകൊണ്ട് ബാരിക്കേഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. എന്നാൽ ഈ ഒരു അവസരം റൂസേവ് മുതലെടുത്തു. റൂസേവ് റേ മിസ്റ്റീരിയോയുടെ മുഖം മൂടി അഴിച്ചു. കറക്റ്റ് ടൈമിലായിരുന്നു മുഖം മൂടി അഴിച്ചിട്ടുണ്ടായിരുന്ന അടുത്ത വ്യക്തി വന്നിട്ടുണ്ടായിരുന്നത് ചാഡ് ഗേബിൾ. എൽ ഗ്രാൻഡെ അമേരിക്കാനുമായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ചാഡ് ഗേബിളിന്റെ മുഖം മൂടി ഇപ്പോൾ അടുത്തായിരുന്നു അഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചാഡ് ഗേബിൾ വന്നുകൊണ്ട് ഇവരെ രണ്ടുപേരെയും എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുകയുണ്ടായി, സ്ലാം ചെയ്യുകയുണ്ടായി. ഈഥാൻ പേജിനെ ആംഗിൾ ലോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് റൂസേവ് ഈഥാൻ പേജിന്റെ കൈയും പിടിച്ച് വലിച്ച് അവിടെ നിന്നും പോയി. ചാഡ് ഗേബിളിന്റെ കയ്യിൽ റേ മിസ്റ്റീരിയോയുടെ മാസ്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മാസ്ക് എടുത്തുകൊണ്ട് മിസ്റ്റീരിയോക്ക് കൊടുത്ത് ചാഡ് ഗേബിൾ ഒരു പക്ക ഫേസ് ക്യാരക്ടർ ആയിട്ടാണ് WWE-യിൽ ഇനി മുതൽ ഉണ്ടാവുക. പിന്നീടായിരുന്നു മെയിൻ ഇവന്റ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിൻസ്, ടല ടോങ്ക, ജിവോൺ എവാൻസ്, റിക്കി സെയിൻസ് തമ്മിലുള്ള ഫേറ്റൽ 4-way മാച്ച്. ഈ ഒരു മാച്ചിൽ വിജയിക്കുന്നവർ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആവുന്നതാണ്. ടല ടോങ്കയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 3 പേരും നന്നായിട്ട് കഷ്ടപ്പെടുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു മാച്ചിൽ ജിവോൺ എവാൻസിന്റെ കുറച്ച് ഹൈ ഫ്ലൈയിങ് കിഡിലൻ മൂവുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള മൂവുകളായിരുന്നു. അതുപോലെ മാച്ചിന്റെ അവസാനമായപ്പോഴേക്കും ടല ടോങ്ക അനൗൺസർ ടേബിൾ ക്ലിയർ ചെയ്തുകൊണ്ട് സെത്ത് റോളിൻസിനെ അതിന്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നു. എന്നാൽ ജിവോൺ എവാൻസ് ആയിരുന്നു ടല ടോങ്കയെ ഓടി വന്നൊരു ഡൈവ് ചെയ്ത് അറ്റാക്ക് ചെയ്തത്. എന്നാൽ ജിവോണെ എടുത്ത് അടുത്ത അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് ഒരു ചോക്ക് സ്ലാം ചെയ്യുകയുണ്ടായി. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സെത്ത് റോളിൻസ് ഒരു സ്റ്റോംപ് ചെയ്തു ടല ടോങ്കയെ ആ ഒരു അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക്. കഴിഞ്ഞില്ല, ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിലത്ത് മുട്ടുകുത്തി നിന്നിട്ടുണ്ടായിരുന്ന ടല ടോങ്കയുടെ മേലേക്ക് വീണ്ടും ഒരു സ്റ്റോംപ് സെത്ത് റോളിൻസിന്റെ കയ്യിൽ നിന്നും കൊടുക്കുകയുണ്ടായി. പിന്നീട് റിംഗിലേക്ക് വന്ന് റിക്കി സെയിൻസിനെ ഒരു സ്റ്റോംപ് ചെയ്തു, പിൻ ചെയ്തു. ശരിക്കും സെത്ത് റോളിൻസ് ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓസ്റ്റിൻ തിയറി വന്നുകൊണ്ട് റഫറിയുടെ കാല് പിടിച്ചു വലിക്കുകയുണ്ടായി. ഇതൊരു ഫേറ്റൽ 4-way മാച്ച് ആയതുകൊണ്ട് തന്നെ നോട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. സെത്ത് റോളിൻസിന് വിജയിക്കാനായില്ല. റിംഗ് സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്ന ഓസ്റ്റിൻ തിയറിയെ മോണ്ടസ്ഫോർഡ് വന്ന് അറ്റാക്ക് ചെയ്ത് ഫാൻസിന്റെ ഇടയിലൂടെ അങ്ങോട്ടേക്ക് പോവുകയുണ്ടായി. എന്നാൽ റോളിൻസ് കാണാത്തൊരു വ്യക്തി പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ബ്രോൺ ബ്രേക്കർ. ഇവർ തമ്മിലുള്ള ഫ്യൂഡ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ബ്രോൺ ബ്രേക്കർ വന്നുകൊണ്ട് സെത്ത് റോളിൻസിനെ ഒരു കിഡിലൻ സ്പിയർ അവിടെ കൊടുക്കുകയുണ്ടായി. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് റിക്കി സെയിൻസ് വിജയിച്ച് കിങ് ഓഫ് ദ റിംഗിന്റെ അടുത്ത റൗണ്ടിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാനുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ആ പ്ലാനുകളെല്ലാം തന്നെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നത് ജിവോൺ എവാൻസ് ആയിരുന്നു. ജിവോൺ വന്നുകൊണ്ട് റിക്കി സെയിൻസിനെ തന്റെ ഫിനിഷർ ചെയ്തു. ആ ഒരു മാച്ചിൽ വിജയിച്ചു. കിങ് ഓഫ് ദ റിംഗിന്റെ അടുത്ത റൗണ്ടിലേക്ക് ജിവോൺ എവാൻസ് സെലക്ഷൻ നേടുകയുണ്ടായി. അതോടുകൂടി ഈ ആഴ്ചയിലെ റോ എപ്പിസോഡും അവസാനിച്ചു. എന്തായാലും നല്ല കിഡിലൻ റോ ആയിരുന്നു. ഇനി അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിൽ ഓബ ഫെമി വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള മാച്ചും റോമൻ റെയിൻസിന്റെ ഒരു പ്രോമോയും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അടുത്ത ആഴ്ചയിലെ റോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുവരെയും ബൈ ഗായ്സ്.